ദിവസത്തെ നമ്മൾ കണ്ടുണർന്ന ഏറ്റവും മനോഹരമായ കാഴ്ച, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ നമ്മൾ കണ്ട ഏറ്റവും നമ്മൾ സാക്ഷിയായ ചരിത്ര മുഹൂർത്തം, ആ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. 9 മാസത്തെ ആ ബഹിരാകാശ വാസത്തിനൊടുവിൽ ഭൂമി തൊട്ടിരിക്കുന്നു സുനിത വില്യംസും ക്രൂ 9 സംഘവും. We have visual on 4 healthy mains. And splashdown. Crew 9 back on Earth. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങിയത്. കപ്പലിൽ എത്തിച്ചതിനു ശേഷം 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:18 നിക് ഹേഗ് ആദ്യം പുറത്തെത്തി. We can see folks on board clapping as our first crew member. And that is NASA astronaut Nick Hague. മൂന്നാമതായാണ് സുനിത വില്യംസ് പുറത്തെത്തിയത്. I'm splashdown. Looks like we're getting our next crew member here. That is none other than Sunny Williams. Big smile, big waves. She, like her other crew members, now will be assisted onto the mobility aid. ചരിത്ര മുഹൂർത്തത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദന പ്രവാഹമാണ്. ക്രൂ 9 അംഗങ്ങളെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തു നാസ. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് നമുക്കൊപ്പം ചേർന്നത്. മനീഷ്, ഇന്നലെ ഒരു ദിവസം മുഴുവൻ മനീഷ് ഇത് എങ്ങനെയായിരിക്കും വരിക, ഏത് രീതിയിലാകും ലാൻഡ് ചെയ്യുക എന്ന കാര്യം പ്രേക്ഷകരെ അറിയിച്ചു. ഇന്ന് പുലർച്ചെ നമ്മൾ ഈ ദൗത്യം തുടങ്ങി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത ആ സമയം മുതൽ പ്രേക്ഷകരിലേക്കും മനീഷ് ഈ വിവരങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് പറഞ്ഞാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന തരത്തിലുള്ള നാഴികക്കല്ലുകളൊക്കെ താണ്ടിയാണ് സുനിത വില്യംസും സംഘവും തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ സഞ്ചരിച്ച ദൂരമാണെങ്കിലും മൈലുകളാണെങ്കിലും അവിടെ അവർ ഭൂമിയെ വലം വെച്ച മണിക്കൂറുകളാണെങ്കിലും ഈ സുനിത വില്യംസ് നേടിയ ചരിത്രമാണെങ്കിലും ഒക്കെ അത് എല്ലാം തന്നെ നമുക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ സാധാരണക്കാരന് അവിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭൂമിയിലേക്ക് സുരക്ഷിതരായി സംഘം മടങ്ങിയെത്തി. ഇനി എന്താണ് അടുത്ത ഘട്ടം? സിദ്ധു പറഞ്ഞതുപോലെ തന്നെ അവിശ്വസനീയമായ ഘട്ടങ്ങളൊക്കെയാണ് പൂർത്തീകരിച്ചത്. പക്ഷേ അതൊക്കെ തന്നെ സത്യമാണെന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ നാസ മുഴുവൻ സമയം തത്സമയം നൽകി ലോകത്തെ മുഴുവൻ കാഴ്ചകളെല്ലാം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അവരുടെ ആരോഗ്യ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 287 ദിവസമായിട്ടാണ് വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും ആ ഒരു പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്നത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന നിക് ഹേഗും അതുപോലെ തന്നെ അലക്സാണ്ടറും 6 മാസക്കാലമായി തന്നെ അവിടെ തന്നെയാണ് തുടരുന്നത്. അവരുടെ ദൗത്യ കാലഘട്ടമാണ് ഈ 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൂർത്തിയാക്കി നാട്ടിലേക്ക് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ആരോഗ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ ആരോഗ്യത്തിൻ്റെ പരിശോധനകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത 45 ദിവസത്തേക്ക് ഒരു റീഹാബിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഭൂമിയിലുണ്ടായിരുന്ന ഒരു ഗുരുത്വാകർഷണം അവർക്ക് ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഭൂമിയിലെ ഗുരുത്വാകർഷണമായിട്ട് ഇവർക്ക് പൊരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആ പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള ആരോഗ്യം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇവയെല്ലാം പരിശോധിക്കുകയും ഇവയൊക്കെ വിലയിരുത്തുകയും അതിനോടൊപ്പം തന്നെ ഇവരെ ഭൂമിയുമായി പൊരുത്തപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണ് ഇനി നാസയ്ക്ക് മുമ്പിലുള്ളത്. അത് ഈ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാസയുടെ മുമ്പിലുള്ള അടുത്ത ലക്ഷ്യം. അതിനുശേഷമായിരിക്കും പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. എന്തായാലും ഈ ഏറ്റവും 45 നിർണായകമായിട്ടുള്ള 45 ദിവസങ്ങളാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എങ്ങനെയാണോ അവർ വെല്ലുവിളികളെ നേരിട്ട് അതിനേക്കാൾ കാഠിന്യമേറിയ വെല്ലുവിളികളാണ്.